സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. എഴുത്തുകാരി മൈന ഉമൈബാൻ. 2002 ഞാൻ കോഴിക്കോട് പഠന ആവശ്യത്തിനായിട്ട് എത്തുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഒരു PSC കോച്ചിങ്ങിന് ചേരുകയും എന്റെ ഭർത്താവ് പറഞ്ഞു തന്ന വഴി അനുസരിച്ച് ഞാൻ കോഴിക്കോട് നഗരത്തിലൂടെ നടന്ന് കോഴിക്കോട് മാനാഞ്ചിറയുള്ള സെൻട്രൽ ലൈബ്രറിയിൽ എത്തുകയും ചെയ്ത ആ ഒരു ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. കോഴിക്കോടിന്റെ തെരുവുകളിലൂടെ മുഴുവൻ ഞാൻ നടന്ന് കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ കോഴിക്കോട് പ്രസ് ക്ലബ്ബില് ജേർണലിസം PGDCJ കോഴ്സിന് ചേരുകയുണ്ടായി. ആ സമയത്ത് അതിന് ഇടയിൽ എനിക്ക് കോഴിക്കോട് തന്നെ കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ ജോലി കിട്ടി. ആ സമയത്തൊക്കെ ഞാൻ കോഴിക്കോടിന്റെ ഓരോ സ്ഥലങ്ങളിലൂടെയും നടന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നടന്ന് കാണുക, നടന്നു പോവുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പലപ്പോഴും കോഴിക്കോടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കൂടി പല ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ അനുഭവങ്ങൾ ഇന്ന് കാണുന്ന ഞാനാക്കിയത്, എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത്, ഞാൻ കുറച്ചെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ മാറ്റിയത് കോഴിക്കോടാണ്. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം, ഒരു 10-13 വർഷം ജീവിച്ചതിന് ശേഷം എനിക്ക് മമ്പാട് MES കോളേജിൽ ജോലി കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കോഴിക്കോടിന് വിടാൻ. കാരണം കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തെ വലിയ ഇഷ്ടത്തോടു കൂടി ഞാൻ കൊണ്ടു നടക്കുകയും ഞാൻ ഇന്ന് വരെ ജീവിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു കോഴിക്കോട്. അതിന്റെ സാംസ്കാരിക മേഖലയാണെങ്കിലും സാഹിത്യ രംഗമാണെങ്കിലും ഒരുപാട് എഴുത്തുകാരെയൊക്കെ അവിടെ വെച്ച് പരിചയപ്പെടാനും അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടത്ത് നിന്ന് മടങ്ങി പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഒരു വിരുന്നുകാരിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുകയാണ് ചെയ്യുന്നത്. എങ്കിലും എന്റെ നാട്, എന്റെ ശ്വാസമെടുപ്പ് എന്നൊക്കെ എനിക്ക് ഇപ്പോഴും കോഴിക്കോട് എത്തുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്റെ യൗവന ആരംഭത്തിന്റെ കുറെ വർഷങ്ങൾ ചെലവഴിച്ച ഒരിടം എന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത, വളരെ ഹൃദ്യമായ അനുഭവമുള്ള, ഒരുപാട് സൗഹൃദങ്ങളുള്ള, മാത്രമല്ല ഒരുപാട് നല്ല മനുഷ്യരുള്ള, ഇപ്പോഴും അതിലേ നടക്കുമ്പോ ഒക്കെ, പ്രത്യേകിച്ച് ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് ടൗണിലുള്ള ബ്രാഞ്ചുകളിലൊക്കെ ജോലി ചെയ്തിരുന്നുണ്ട്. ഒരുപാട് മനുഷ്യരെ പരിചയമുണ്ട്, അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ. ഇപ്പോഴും അവിടേക്ക് വെച്ച് കാണുമ്പോൾ എന്നോട് ഏത് ബ്രാഞ്ചിലാണെന്നൊക്കെ വന്ന് ചോദിക്കും. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആ മനുഷ്യരുടെ ഒരു നന്മ, സ്നേഹം കോഴിക്കോടിനോട് എല്ലാ തരത്തിലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കോഴിക്കോട് ജീവിച്ചതിൽ. ഇപ്പോ യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ട് ഉള്ള ഒരു പദവി കോഴിക്കോടിന് ലഭിച്ചു എന്നറിയുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. കാരണം ഒരുപാട് സാഹിത്യകാരന്മാർ അവിടെ വന്ന്, ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിലും MD ആണെങ്കിലും ഒക്കെ അവിടെ വന്ന് സ്വന്തം നാടായി കോഴിക്കോട് ആയി മാറിയ ആളുകളാണ്. കോഴിക്കോട് ആകാശവാണി തന്നെ സാഹിത്യ കൂട്ടായ്മയുടെ ഒരു വലിയ ലോകമാണെന്ന് ഞാൻ വായിക്കുകയും പല സുഹൃത്തുക്കൾ പറഞ്ഞുമൊക്കെ അറിയാം. തെരുവിന്റെ കഥയും ദേശത്തിന്റെ കഥയും ഒക്കെ ഉണ്ടായിട്ടുള്ള കോഴിക്കോടിന് ഇങ്ങനെ ഒരു പദവി തീർച്ചയായിട്ടും അർഹതപ്പെട്ട പദവി ആയി തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.